ഹായ് ഫ്രണ്ട്സ്, വി എം വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഓൺലൈൻ ക്ലാസ്സിന് അതുപോലെ തന്നെ വീഡിയോകൾ കാണാനുമായിട്ട് ഉപയോഗിക്കുന്ന ഒരു മൊബൈൽ ഹോൾഡറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. PVC പൈപ്പ് വെച്ച് ഉണ്ടാക്കുന്ന ഈ മൊബൈൽ ഹോൾഡർ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നേരെ നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി 8 ഇഞ്ച് വീതിയുള്ള PVC പൈപ്പിനെ 6.5 സെൻറ്റിമീറ്റർ നീളത്തിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അത് ഈ ലൈൻ ഇട്ടതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്യുന്ന വീഡിയോ മുഴുവനായിട്ട് കാണിക്കുന്നില്ല, വീഡിയോ ലെങ്ത് കൂടുതലാകുന്നത് കൊണ്ട് അത് അടിച്ചുവിട്ടാണ് കാണിക്കുന്നത്. ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇനി അടുത്തത് നമുക്ക് അത് നിവർത്തിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. നിവർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അത് ചൂടാക്കിയിട്ടാണ് നമ്മൾ നിവർത്തുന്നത്. ഇതിനു വേണ്ടി ഗ്യാസ് സ്റ്റവ് കത്തിച്ചതിന് ശേഷം അതിനെ ചൂടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. വീഡിയോയിൽ കാണുന്നത് പോലെ സാവകാശം അതിനെ നിവർത്തിയെടുക്കാം. ചൂടാക്കിയ PVC പൈപ്പ് കറക്റ്റായിട്ട് നിവർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഗ്രാനൈറ്റിൻ്റെ പീസോ അല്ലെങ്കിൽ ടൈലിൻ്റെ പീസോ വെച്ച് നമ്മൾ അതിനെ നിവർത്തി കൊടുക്കുക. മറ്റു വശവും അതുപോലെ തന്നെ ചൂടാക്കിയതിന് ശേഷം ഗ്രാനൈറ്റോ അതുപോലെ തന്നെ ടൈലോ എന്തെങ്കിലും കഷ്ണം വെച്ച് നിവർത്തി സ്ട്രൈറ്റ് ആയിട്ടുള്ള PVC പൈപ്പ് ആക്കുക. ഇത് കറക്റ്റ് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വീണ്ടും ചൂടാക്കി നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഏകദേശം നിവർന്നു വന്നിട്ടുണ്ട് PVC പൈപ്പ്. ഇനി ഇതിൻ്റെ വശങ്ങളൊക്കെ ക്ലിയർ ചെയ്തെടുക്കാൻ വേണ്ടി സാൻഡ് പേപ്പർ വെച്ച് എടുക്കുക. അതിനുശേഷം മൊബൈൽ ഹോൾഡർ രൂപത്തിലാക്കുന്നതിന് വേണ്ടി വളച്ചെടുക്കേണ്ട ഭാഗങ്ങളെ സെൻറ്റിമീറ്റർ രീതിയിൽ അടയാളപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. വീഡിയോയിൽ കാണുന്നത് പോലെ 9 സെൻറ്റിമീറ്റർ അതുപോലെ തന്നെ 10 സെൻറ്റിമീറ്റർ 7 സെൻറ്റിമീറ്റർ പിന്നെ 3 സെൻറ്റിമീറ്ററാണുള്ളത്. അതിനെ 2 പാർട്ടാക്കി 1.5 സെൻറ്റിമീറ്റർ അതുപോലെ തന്നെ ചെയ്യുക. വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക. ഇപ്പോൾ മാർക്ക് ചെയ്യുന്ന ഭാഗങ്ങളെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കാനുള്ള ഭാഗങ്ങളാണ്. ഈ 2 ഭാഗങ്ങളെയും കട്ട് ചെയ്ത് ഒഴിവാക്കാനുള്ളതാണ്. ഇത് ആവശ്യമില്ലാത്ത ഭാഗങ്ങളാണ്. ഇനി നമുക്ക് ആവശ്യമില്ലാത്ത 2 ഭാഗങ്ങളെയും കട്ട് ചെയ്ത് മാറ്റാം. അതിനുവേണ്ടി ആക്ഷൻ ബ്ലേഡാണ് എടുത്തിട്ടുള്ളത് PVC കട്ട് ചെയ്യുന്നതിന് വേണ്ടി. അതിൽ ആവശ്യമില്ലാത്ത ഭാഗത്തെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് മുറിച്ചു മാറ്റുന്നതിന് വേണ്ടി വീഡിയോയിൽ കാണുന്നത് പോലെ ഇതിനെ 2 വശത്തേക്കും വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക. അങ്ങനെ അതിനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത മറ്റേ വശവും കട്ട് ചെയ്ത് മാറ്റുക.
കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. കട്ട് ചെയ്ത് മാറ്റിയ ഭാഗത്തെ ഒന്ന് സാൻഡ് പേപ്പർ വെച്ച് സൈഡ് കറക്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത 1.5 സെൻറ്റിമീറ്ററുള്ള ഭാഗത്തെ സിഗരറ്റ് ലാമ്പ് വെച്ച് ചൂടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ 2 വശങ്ങളും അതുപോലെ ചൂടാക്കിയെടുക്കുന്നുണ്ട്. വീഡിയോയിൽ കാണുന്നത് പോലെ സാവകാശം ചൂടാക്കിയെടുക്കുക. PVC പൈപ്പിന് പോറൽ വരാത്ത രീതിയിൽ ചൂടാക്കുക. ചൂടാക്കിയ PVC പൈപ്പിൻ്റെ ഭാഗത്തെ നമ്മൾ ആദ്യം എടുത്തു വെച്ച ടൈലിൻ്റെ അടിയിൽ വെച്ച് ഇതിനെ വളച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വളച്ചെടുക്കുന്നത് ഏകദേശം 90 ഡിഗ്രി കോണിലാണ് ചെയ്തെടുക്കുന്നത്. വീഡിയോയിൽ കാണുന്നത് പോലെ PVC പൈപ്പ് സെറ്റായി വരാൻ വേണ്ടി കുറച്ചു നേരം അങ്ങനെ തന്നെ പിടിക്കുക. അതിനുശേഷം വളച്ചെടുത്ത ഭാഗത്തിന് അടുത്തതായി മാർക്ക് ചെയ്ത 1.5 സെൻറ്റിമീറ്ററുള്ള ഭാഗത്തെയും ഹീറ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ചൂടാക്കിയെടുത്ത ഭാഗത്തെ വളച്ചെടുക്കാൻ വേണ്ടി നേരത്തെ എടുത്ത ഗ്രാനൈറ്റ് പീസ് തന്നെയാണ് നമ്മൾ വീണ്ടും എടുക്കുന്നത്. അതിൻ്റെ മുകളിൽ വെച്ച് അതിനെ യു ആകൃതിയിൽ വളച്ചെടുക്കുക. അതുപോലെ തന്നെ അടുത്തതായി അടയാളപ്പെടുത്തിയിട്ടുള്ള ഭാഗത്തെ ചൂടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ചൂടാക്കിയെടുത്ത ഭാഗത്തെ നമ്മൾ ആദ്യം വെച്ചിരിക്കുന്ന ടൈലിൻ്റെ വെച്ച് തന്നെ വീഡിയോയിൽ കാണുന്നത് പോലെ പുറം വശത്തേക്ക് വളച്ചെടുക്കുക. 90 ഡിഗ്രിയിൽ കൂടുതൽ വളക്കുക. അതിനുശേഷം അടുത്തതായി അടയാളപ്പെടുത്തിയ ഭാഗത്തെ സെൻട്രൽ ഭാഗത്ത് ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു ഹോൾ ഇട്ടെടുക്കേണ്ടത് ആവശ്യമുണ്ട്. അതിനുവേണ്ടി ഒരു കോയിൻ വെച്ച് റൗണ്ട് മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ റൗണ്ടിൻ്റെ ഉൾവശം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ട വശമാണ്. അത് അവസാനം നമ്മൾ കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ നേരത്തെ അടയാളപ്പെടുത്തിയ ഒരു വശത്തെ ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ശേഷം അടുത്തായി ആദ്യം മാർക്ക് ചെയ്ത ഭാഗത്തെ ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ചൂടാക്കിയതിന് ശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ അതും പുറം വശത്തേക്ക്
മടക്കിയെടുക്കുക. വളക്കുന്ന ഭാഗം കറക്റ്റായിട്ട് വരാൻ ശ്രദ്ധിക്കുക. ഇതുവരെ വളച്ചെടുത്താൽ ഏകദേശം ഒരു രൂപം ആയി വന്നിട്ടുണ്ട്. ഇനി ആവശ്യാനുസരണം അതിനെ മൊബൈൽ വെക്കാൻ പാകമാക്കി ചൂടാക്കി നമുക്ക് നിവർത്തുകയോ വളക്കുകയോ ചെയ്യാം. അടുത്തതായി ആദ്യം റൗണ്ട് ചെയ്ത ഭാഗത്തെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി കോമ്പസ് കൊണ്ട് നമ്മൾ റൗണ്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം കുറേ ചെയ്ത് നോക്കി, കോമ്പസ് കൊണ്ട് നടക്കുന്നില്ല. അതിനുശേഷം കത്തി ചൂടാക്കിയതിന് ശേഷം റൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കോണുകളൊക്കെ റൗണ്ടായി വരാൻ വേണ്ടി സാൻഡ് പേപ്പർ വെച്ച് വെറുതെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം റൗണ്ട് കറക്റ്റായി വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ കോണുകളെല്ലാം റൗണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നു. എല്ലാ കോണുകളെയും റൗണ്ട് ആക്കിയെടുക്കുകയും ചെയ്യുന്നു. അതിനുവേണ്ടി സാൻഡ് പേപ്പർ എടുത്ത് അതിൻ്റെ കോണുകളെയൊക്കെ വരച്ച് റൗണ്ട് രൂപത്തിലാക്കുകയാണ്. സാൻഡ് പേപ്പർ ഇട്ട് വരച്ചതിന് ശേഷം ഇതുപോലെ എല്ലാ വശങ്ങളും റൗണ്ടാക്കി എടുക്കുകയാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഇട്ടെടുത്തിട്ടുള്ളത് മൊബൈൽ ചാർജ് ചെയ്യാൻ പുറകിലൂടെ കേബിൾ കണക്ട് ചെയ്യാനാണ്. വീഡിയോയിൽ കാണുന്നത് പോലെ എല്ലാ വശങ്ങളും വരച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മൊബൈൽ ഹോൾഡർ സെറ്റായി വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം ഉണ്ടാക്കിയ മൊബൈൽ ഹോൾഡറാണ് അത് കാണുന്നത്. അതും PVC പൈപ്പ് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ PVC പൈപ്പിനെ ഒരു മൊബൈൽ ഹോൾഡറാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഓൺലൈൻ ക്ലാസ് കാണുന്നവർക്കും മറ്റും വീഡിയോകൾ കാണുന്നവർക്കും ഏറ്റവും സിമ്പിളായി ഉണ്ടാക്കാവുന്ന ഒരു മൊബൈൽ ഹോൾഡറാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ VM വ്ളോഗ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഉപകാരപ്രദമായ വീഡിയോകളുമായി അടുത്ത വീഡിയോയിൽ കാണാം.